സമയത്ത് ഓടി എത്തുന്നതാണ്. പിന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് തന്നെ അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് എത്തിയിട്ടില്ല, കാരണം വയ്യാണ്ടിരിക്കുന്നതുകൊണ്ടേ. പിന്നെ ജിനോബ്രോ പറയുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഹരീഷ് ബ്രോ പറയുന്നുണ്ട് അക്കാന്ന് വിളിക്കുന്നുണ്ട്. ഹായ് ഹരീഷ് ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? ലൈവിലോട്ട് സ്വാഗതം. സുഖമാണോ? ഫുഡൊക്കെ കഴിച്ചോ? 2 ദിവസമായില്ലേ നമ്മൾ ലൈവിൽ വന്നിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം പറയൂട്ടാ. ഡിന്നർ കംപ്ലീറ്റ്? നോ ഡിന്നർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട്. രാധേച്ചി പറയുന്നുണ്ട് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതെയോ? ഓക്കെ. എന്തായാലും നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കാണാം അല്ലേ? എന്തായാലും എന്നെ അറിയാലോ, ഞാൻ നിങ്ങളെ അറിയാൻ ഇനിയിപ്പോൾ ചാനലിലോട്ട് വന്നിട്ട് വേണ്ട. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് പരിചയപ്പെടാം കേട്ടോ, ആരായാലും. കുഞ്ചൂസ് പറയുന്നത് പുണ്യ പമ്പാന്ന് തന്നെ സ്നേഹം കൊടുക്കുന്നത്. ഹരീഷ് ബ്രോ പറയുന്നുണ്ട് ലൈക്ക് 22 എന്ന് പറയുന്നുണ്ട്. താങ്ക് യു ബിൻചേട്ടാ. അല്ല, ഹരീഷ് ബ്രോ, സോറി കേട്ടോ. ബിൻചേട്ടൻ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തായിരുന്നു, ഞാൻ വിട്ടു പോയതാണോ എന്നറിയില്ല. പുണ്യപമ്പ പറയുന്നു മായമ്മ ഞാനായിട്ട് മാറി ID അല്പം മാറ്റം വരുത്തി എന്ന് പറയുന്നുണ്ട്. അതെ, അത് നല്ലതാണ് ചേട്ടാ, നമ്മളായിട്ട് തന്നെ മാറ്റം വരുത്തി. നമുക്ക് അറിയാവുന്ന പേർക്ക് നമ്മളെ അറിയാലോ. മറ്റത് 2 പമ്പയും കൂടെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, 2 പേരും കൂടെ കൺഫ്യൂഷൻ ആയി പോകുന്നുണ്ട്. എന്തായാലും എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തായാലും ചേട്ടൻ്റെ ID എനിക്ക് അറിയാമായിരുന്നു, ഞാൻ ഇതിൽ തുടക്കം മുതലേ കണ്ടിട്ടുള്ള പരിചയമുണ്ട്. ഹരീഷ് ബ്രോ പറഞ്ഞ ഡിന്നർ കംപ്ലീറ്റ് ആക്കാന്ന് പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ രാധ ചേച്ചി പറഞ്ഞത് എന്നെ കൂട്ടാക്കണേന്ന് പറയുന്നുണ്ട്. പിന്നെ കൂട്ടാക്കും, ഞാൻ എന്തായാലും കൂട്ടാക്കുന്നതാണ് കേട്ടോ. എന്നെ കൂട്ടാക്കിയിട്ടുണ്ടോ എന്നാൽ നാളെ ഞാൻ കൂട്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ സ്പാം ആയി പോകില്ല, അതുകൊണ്ടാട്ടോ. കുഞ്ചു പറയുന്നുണ്ട് കുഞ്ഞു ആണ് എന്ന് പറയുന്നുണ്ട്. കുഞ്ഞു ആണോ? ഓക്കെ, എന്നാൽ കുഞ്ഞു എന്ന് വിളിക്കാം കേട്ടോ. കുഞ്ഞു ഓക്കെ, സെറ്റ്. രാകേഷ് ബ്രോ പറഞ്ഞു യെസ് ഐ ഹാഡ് മൈ ഡിന്നർ. അതെയോ? ഡിന്നർ സെറ്റ് ചെയ്യാണോ, ഉണ്ടാക്കുകയാണോ? അലക്സ് ചേട്ടൻ വന്നിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് രാകേഷ് ബ്രോ ഇന്ന് ഡിന്നറിന് എന്താണ്? അലക്സ് ചേട്ടൻ പറഞ്ഞു ലൈക്ക് 23 പറയുന്നത്. താങ്ക് യു അലക്സ് ചേട്ടാ. എന്തൊക്കെയുണ്ട് വിശേഷം? ലൈവിലോട്ട് സ്വാഗതം. ഫുഡൊക്കെ കഴിച്ചോ? സുഖാണോ പറയൂട്ടാ. പുണ്യപമ്പ പറയുന്നുണ്ട് മായമ്മ ഇന്ന് എൻ്റെ ലൈവിൽ ഒരുപാട് പേർക്ക് ഒരുപാട് കൂട്ട് മേടിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതെയോ? എപ്പോഴായിരുന്നു ലൈവ് ബിൻചേട്ടൻ? അത് മാത്രം ഞാൻ മുൻപ് സമയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബിൻചേട്ടൻ എനിക്ക് സമയം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും സമയം ഒന്ന് പറയണേ. കുഞ്ഞു പറയുന്നുണ്ട് ഞാൻ കേരളം മൊത്തം ഓടി നടക്കുന്നതാണ് വർക്ക് എന്ന് പറഞ്ഞത്. എന്ത് വർക്കാണ്? കേബിൾ വർക്കാണോ? അത് എന്ത് വർക്കാണെന്ന് പറയോ? രാധചേച്ചി പറയുന്നുണ്ട് കഴിച്ചിട്ടാണോ ഇരിക്കുന്നത്? ഇല്ല, കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ചായ കഴിച്ച കാരണം കൊണ്ട് വിശക്കുന്നില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചോദിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ വീട്ടിൽ ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, ചേച്ചിയുടെ 2 മക്കൾസ് ഉണ്ട്, എൻ്റെ മക്കൾസ് ഉണ്ട്. പിന്നെ ചേട്ടന് വർക്കിലാണ് കേട്ടോ, പുറത്താണ് ആൾ. പുറത്തെന്ന് വെച്ചാൽ നമ്മൾ ഗൾഫിലൊന്നുമല്ല, നമ്മുടെ ആലുവയിൽ വർക്ക് ചെയ്യാണ് ചേട്ടൻ. അപ്പോൾ എന്തായാലും ചേട്ടന് നമ്മുടെ ലൈവൊക്കെ കാണുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. പുണ്യപമ്പ പറയുന്നുണ്ട് യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റ് അറിഞ്ഞില്ലേ? കൂട്ട് കൊടുത്താൽ അന്നേരം തന്നെ തിരിച്ചു മേടിക്കാൻ പറ്റും. അങ്ങനെ എൻ്റെ ലൈവിലും ഒരുപാട് പേർക്ക് ഞാൻ കൂട്ട് മേടിച്ചു കൊടുത്തു, സഹായിച്ചു. എല്ലാവരും എനിക്ക് താങ്ക്സ് പറഞ്ഞു. ഞാൻ ഈ ഡൗട്ട് ഞാൻ നമ്മുടെ റോഷൻ ബ്രോയുടെ ലൈവിൽ പോയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോഷൻ ബ്രോ പറയുന്നുണ്ട് വെറുതെ പറയാണ്, അങ്ങനെയുള്ള അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. കൂട്ട് നമ്മൾ ഇന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 24 അവർ കഴിഞ്ഞിട്ടേ കൊടുക്കുന്നുള്ളൂ എന്നുള്ളത് റോഷൻ ബ്രോ ഒക്കെ അങ്ങനെ അത്ര ചെയ്യുന്നത്. നമ്മുടെ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ കൂട്ട് കൊടുക്കുക. ഒരു 4 വീഡിയോ ഷോർട്സ് അല്ലെങ്കിൽ മിനിമം കണ്ടാൽ മതി, എന്നിട്ട് കമൻസ് ഇട്ടാൽ മതി. അത് കൂട്ടുന്നുള്ള എന്താണ് അല്ലെങ്കിൽ സബ് അല്ലെങ്കിൽ കൂട്ട് എന്നുള്ള ആ ഒരു കൊടുക്കാതെ കോഡ് ഭാഷ ഉപയോഗിക്കുക. കാരണം ഗിഫ്റ്റ് അല്ലെങ്കിൽ ഞാൻ വന്നു അങ്ങനെയുള്ള കോഡ് ഭാഷ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ കൂട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അപ്ഡേഷൻ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? കാരണം ഒത്തിരി കൂട്ട് നമുക്ക് സ്പാമായി പോയിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നതെന്ന് കരുതിയിട്ടാണ് 24 അവർ കഴിയാൻ വെയിറ്റ് ചെയ്യുന്നത്. അതല്ല 24 അവർ കഴിയാൻ കാത്തു നിൽക്കണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷമുള്ളൂ. കുഞ്ഞു പറയുന്നുണ്ട് വുഡ് പോളിഷ്, സ്പ്രേ പെയിൻറ്റിങ്, ബസ്